ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അദ്ദായി മാറി അനാഫറ ക്ലാസ് 5. അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒന്നാമത്തെ കൂദാശക്രമം എന്നറിയപ്പെടുന്ന നമ്മുടെ കുർബാന, നാം ദിവസം അർപ്പിക്കുന്ന കുർബാന തന്നെ, അത് ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും വരച്ചുകൊണ്ടല്ലെന്നും പുക്താനഹോൻ പുക്താനേത് മിശിഹ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ലത്തീൻ സഭയിലെ കുർബാനയാണെങ്കിലും അത് ഒന്നുകിൽ പ്രവേശക ഗാനത്തോടെയോ അല്ലെങ്കിൽ പ്രവേശക പ്രഭണിതം എന്നറിയപ്പെടുന്ന എൻട്രൻസ് ആൻറ്റിഫൺ വെച്ചാണ് കുർബാന ആരംഭിക്കുന്നതെന്നും, ലത്തീൻ സഭയിലാണെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ വരച്ചുകൊണ്ടല്ലെന്നും കുരിശ് വരച്ചുകൊണ്ടല്ലെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ രേഖകൾ സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്ന് നമുക്ക് ഈ പുക്താനഹോൻ പുക്താനേത് മിശിഹ എന്ന പ്രാർത്ഥനയുടെ ബൈബിളിലെ ചില സൂചനകൾ പരിഗണിക്കാം. ബൈബിളിൽ നമ്മൾ മണ്ണൂരം പറമ്പലച്ചൻ്റെ പുസ്തകത്തിനകത്ത് വളരെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഞാനത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണ്. ഈ പുസ്തകത്തിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ വിശദമായിട്ട് പറയുകയാണ്. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഈ പുക്താനഹോൻ പുക്താനേത് മിശിഹ. ചില സംഭവങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ സീനായ് ഉടമ്പടിയുടെ മുദ്രവയ്ക്കൽ കർമ്മം നടക്കുന്ന വേളയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: യാഹ്വേയുടെ എല്ലാ വചനങ്ങളും ശാസനകളും ജനത്തെ അറിയിച്ചു. ജനമെല്ലാം ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു, യാഹ്വേ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. പുറപ്പാട് 24:3. ഉടമ്പടിയുടെ നിയമങ്ങളും വ്യവസ്ഥകളും ഇസ്രായേൽ അംഗീകരിക്കുന്നതോടെയും 24:3, പുറപ്പാട് 24:3. രക്തം കൊണ്ടുള്ള ആചാരത്തിലൂടെയും പുറപ്പാട് 24:8. കർത്തൃസന്നിധിയിൽ വെച്ച് തിന്നുന്ന ഒരു അനുഷ്ഠാന ഭക്ഷണത്തിലൂടെയും പുറപ്പാട് 24:11. സീനായ് ഉടമ്പടി മുദ്ര വെച്ച് ഉറപ്പിക്കപ്പെടുന്നു. പൗരാണിക ബന്ധുത്വത്തിൻ്റെ മാതൃകയിലോ തുല്യതോടമ്പടി പാരിറ്റി കവനൻസ് എന്ന് പറയും, മാതൃകയിലോ നടത്തപ്പെട്ട ഈ ആചാരത്തിലൂടെ പിതാവായ യാഹ്വേയും ആദിജാതനായ ഇസ്രായേലും തമ്മിലുള്ള ഒരു പുതിയ കുടുംബ ബന്ധം ഉറപ്പിക്കപ്പെടുകയാണ്, സ്ഥാപിക്കപ്പെടുകയാണ്. പുറപ്പാട് 4:22. ആദിജാതനായ ഇസ്രായേൽ. ഉടമ്പടി ഒരു കുടുംബ ബന്ധത്തെ സ്ഥാപിക്കുന്നു, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് മാത്രമാണ് പുതിയ ഉടമ്പടി എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പുതിയ ഉടമ്പടി എന്ന് പുതിയ നിയമം പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് കുരിശിലാണ്, രക്തം കൊണ്ടാണ് ഉറപ്പിക്കപ്പെട്ടത്, ഈശോ മിശിഹായുടെ രക്തം കൊണ്ട്. പക്ഷേ അത് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. പുതിയ ഉടമ്പടി, പഴയ ഉടമ്പടി മുദ്രവയ്ക്കപ്പെടുന്നത് ജനങ്ങളെ സമ്മതിക്കുന്നു. അതായത് ഇസ്രായേൽ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നു, ഉടമ്പടി നിയമങ്ങളും വ്യവസ്ഥകളും ഇസ്രായേൽ അംഗീകരിക്കുന്നു. ഈ അംഗീകാരം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രക്തം കൊണ്ടുള്ള ആചാരം, കർത്തസന്നിധിയിൽ വെച്ച് തിന്നുന്ന ഒരു അനുഷ്ഠാന ഭക്ഷണം, ഇതൊക്കെ കുർബാനയിലേക്ക് കൈ ചൂണ്ടുകയാണ് പഴയ നിയമത്തിൽ തന്നെ. അപ്പോൾ അതിലൂടെ ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. ഈ വിശുദ്ധ കുർബാനയിലൂടെ ഒരു പുതിയ കുടുംബ ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്, യുഗാന്ത കുടുംബം. ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരുടെ കുടുംബത്തെയാണ് യുഗാന്ത കുടുംബം എന്ന് പറയുന്നത്. ആരാണ് എൻ്റെ അമ്മ, ആരാണ് സഹോദരൻ, ആരാണ് സഹോദരിമാര്? എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവരാണ് അമ്മയും സഹോദരനും സഹോദരിയും. ഇതാണ് കുടുംബ ബന്ധം, ഇതാണ് യുഗാന്ത കുടുംബം. ആ യുഗാന്ത കുടുംബത്തിലെ ഒന്നാമത്തെ അംഗമാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് എലിസബത്ത് മറിയത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മറിയത്തെ മാറ്റി നിർത്തിയിട്ടല്ല ഈ യുഗാന്ത കുടുംബം. ഈ യുഗാന്ത കുടുംബം സ്ഥാപിക്കപ്പെടുന്നത് ഈ ഉടമ്പടിയിലെ പങ്കാളിയായ ദൈവജനം സമ്മതം കൊടുക്കുമ്പോഴാണ്. ഈ സമ്മതം ചോദിക്കലാണ് പുക്താനഹോൻ പുക്താനേത് മിശിഹ. അപ്പോൾ ഉടമ്പടിയിൽ ഈ സമ്മതം ചോദിക്കലുണ്ട്. 2, ലിറ്റർജിയുടെ സമ്മേളനത്തിന് എസ്ര നേതൃത്വം നൽകുന്നുണ്ട്. നെഹമ്യയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ദൈവജനം ലിറ്റർജി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, അതിനോട് വിധേയപ്പെടാമെന്ന് കൈകൾ ഉയർത്തി ജനം ആമേൻ പറഞ്ഞ് സമ്മതിക്കുന്നു. അപ്പോൾ ലിറ്റർജി സമ്മേളനത്തിൽ ദൈവജനത്തിന് സമ്മതം വേണം. അതാണ് ഇവിടെ കാണുന്നത്. പുക്താനഹോൻ, ഞാൻ ബലിയർപ്പിക്കട്ടെ. ഈ പശ്ചാത്തലത്തില് ലിറ്റർജിക്കൽ സമ്മേളനത്തില് അധികാരികൾക്ക് വിധേയപ്പെട്ട് ഊഴമനുസരിച്ച് ഓരോന്നും ചെയ്യാവൂ എന്ന് പൗലോസ് കർശനമായ നിയമങ്ങൾ നൽകുന്നുണ്ട്. 1 കൊരിന്തോസ് 14:26 മുതൽ 33 വരെ.
അപ്പോൾ ലിറ്റർജിക്കൽ സമ്മേളനത്തിൽ അധികാരികൾക്ക് വിധേയപ്പെട്ട് ഊഴമനുസരിച്ച് ഒന്നിന് പുറകെ ഒന്നായിട്ട് ക്രമമുണ്ട്. കുർബാന ക്രമം, കൂദാശ ക്രമം എന്ന് നമ്മൾ പറയണേ. അച്ഛന്മാരുടെ തോന്നിയാസമല്ല, അക്രമമല്ല കുർബാന, ക്രമമാണ്. പാട്ടുകാരുടെ തോന്നിയാസമല്ല കുർബാന, ക്രമമാണ്. അതിന് ഈ അധികാരികൾക്ക് വിധേയപ്പെട്ട് തന്നെ ചെയ്യണമെന്ന് പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലിറ്റർജിയിലും ദൈവജനത്തിന്റെ സമ്മതം ചോദിക്കുന്നുണ്ട്. ഉടമ്പടിയിൽ ചോദിക്കുന്നുണ്ട്, ലിറ്റർജിയിൽ ചോദിക്കുന്നുണ്ട്. മൂന്നാമത് ഒരു സാമൂഹിക ആചാരമായിട്ട് ബൈബിളിൽ കാണാം ഈ സമ്മതം ചോദിക്കല്. കർമ്മലയിലെ അബിഗായിൽ, അവളുടെ ഭർത്താവാണ് നാബാല്. അദ്ദേഹം നടത്തുന്ന ഉത്സവത്തിലും വിരുന്നിലും പങ്കെടുക്കാൻ അനുവാദം ചോദിക്കുന്ന ദാവീദിനെ നാം കാണുന്നുണ്ട് 1 ശമൂവേൽ 25:8. ശമൂവേൽ എന്ന് വെച്ചാൽ സാമുവേല്. ഇതുപോലെ തന്നെ അധികാരിയോട് പൗലോസ് സംസാരിക്കാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നൊരു വാക്ക് പറയാമോ എന്ന് സ്ലീഹന്മാരുടെ നടപടി 21:37. ജനത്തോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പൗലോസ് അപേക്ഷിക്കുന്നുണ്ട്. സ്ലീഹന്മാരുടെ നടപടി 21:40. അപ്പോൾ ഒരു സാമൂഹിക ആചാരം എന്ന നിലയിൽ ഈ അധികാരിയോടോ അല്ലെങ്കിൽ ജനത്തോടോ സമ്മതം ചോദിക്കുന്ന രീതി, എനിക്ക് നിങ്ങൾ 2 വാക്ക് പറയാമോ, എനിക്ക് കുർബാന അർപ്പിക്കാമോ, ഇതൊക്കെ സാമൂഹിക ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. 4, പ്രതിസന്ധി വരുമ്പോൾ, ഇപ്പൊ ദേശരാഷ്ട്രം പ്രതിസന്ധി നേരിട്ടപ്പോൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് രാജാവ് ജനത്തോട് സമ്മതം ചോദിക്കുന്നതായി രാജാക്കന്മാർ ഒന്നാമത്തെ പുസ്തകത്തിൽ കാണാം. 1 രാജാക്കന്മാർ 20:8. സിറിയ എന്ന് വെച്ചാൽ സിറിയ, ഇപ്പോഴത്തെ സിറിയ, അതിനെ ആരാം എന്നാണ് വിളിച്ചിരുന്നത്. ദേശത്തിന്റെ രാജാവായ ബെൻഹദാദ് ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ തുനിഞ്ഞപ്പോൾ ഇസ്രായേൽ രാജാവായ ആഹാബ് തന്റെ രാജ്യത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, സിറിയ രാജാവ് നമ്മുടെ വെള്ളിയും സ്വർണവും ആവശ്യപ്പെടുന്നു, കൊടുത്തില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ എല്ലാ ശ്രേഷ്ഠന്മാരും സകല ജനവും അവനോട് പറഞ്ഞു, അവൻ പറയുന്നത് നീ കേൾക്കരുത്, സമ്മതിക്കുകയും അരുത്. അപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പോൾ ശ്രേഷ്ഠന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി സമ്മതം ചോദിക്കുക. അപ്പൊ ഇങ്ങനെ 4 ഘട്ടങ്ങളിലെങ്കിലും അല്ലെങ്കിൽ 4 സന്ദർഭങ്ങളിലെങ്കിലും ജനത്തോട് സമ്മതം ചോദിക്കുന്നതായിട്ട് ഉടമ്പടി സ്ഥാപിക്കാൻ ലിറ്റർജിയിൽ, സാമൂഹിക ആചാരമായിട്ട് പ്രതിസന്ധികളിൽ നമ്മൾ ബൈബിളിൽ കാണാം. ഇനി ഇതാണ് ഒരു ബൈബിളിലെ അതിൻ്റെ പശ്ചാത്തലം. അടുത്തൊരു ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗം കൂടിയാണ് പുക്താനഹോൻ, പുക്താന ദമിശിക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അത് നമ്മുടെ മണ്ണൂരാം പറമ്പലത്തിന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഭാരതത്തിലെ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ആരംഭിക്കുകയും ഇറാഖിലെ കൽദായ സഭ സ്വീകരിക്കുകയും ചെയ്ത, അവരുടെ ലിറ്ററേച്ചർ സ്വീകരിക്കുകയും ചെയ്ത ഒരു പ്രാർത്ഥനയാണ് പുക്താനഹോൻ, പുക്താന ദമിശിക. അപ്പം നമ്മളാണ് ഇതിൻ്റെ ഒറിജിനൽ. നമ്മുടെ സഭയാണ് അതിന് രൂപം കൊടുത്തത്. അതിന് കാരണമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഭാരതീയ സംസ്കാരവുമായിട്ട് അതിന് ബന്ധമുണ്ട്. സാമൂഹിക സ്വഭാവമുള്ള പല കർമ്മങ്ങളും ആരംഭിക്കുമ്പോൾ സന്നിഹിതരായിരിക്കുന്നവരോട് അനുവാദം ചോദിക്കുന്ന രീതി മാർത്തോമ നസ്രാണികളുടെ ഇടയിലുണ്ട്. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. വിവാഹാഘോഷത്തോട് അനുബന്ധിച്ചുള്ള അന്തം ചാർത്തലെന്നും ചിലട്ട് ചന്തം ചാർത്തൽ എന്ന് പറയും. മൈലാഞ്ചിട്ടിൽ, മധുരം വെക്കൽ, പിന്നെ വാഴ്പിടുത്തം എന്ന് പറഞ്ഞാൽ പാടങ്ങളിലും തോടുകളിലും നടത്തുന്ന നാടൻ മീൻപിടുത്ത രീതിയാണ് വാഴ്പിടുത്തം അല്ലെങ്കിൽ വാഴ്മീൻ പിടുത്തം എന്ന് പറയണേ. ഇതൊക്കെ നടത്തുമ്പോൾ ഈ അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് അനുവാദം ചോദിക്കും. അതൊരു മൈലാഞ്ചി ഇടട്ടെ, അന്തം ചാർത്തട്ടെ, മധുരം വെക്കട്ടെ, വാഴ്പിടിക്കട്ടെ എന്നെല്ലാം ചോദിച്ചതിന് ശേഷമാണ് പ്രസ്തുത ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യമാണ്. സന്നിഹിതരുടെ അനുവാദം അനിവാര്യമായത് കൊണ്ടല്ല ഇത്. പ്രസ്തുത ചടങ്ങ് തുടങ്ങുകയാണെന്നും അത് അറിയിക്കുകയും അവർ സഹകരണം അഭ്യർത്ഥിക്കുകയും മാത്രമല്ല അവരെ വിലക്കെടുക്കുന്നു, അവരെ വിലമതിക്കുന്നു. തോന്നി പോലെ അല്ല ചെയ്യുന്നത്, ഇവരുടെ അനുവാദത്തോടു കൂടിയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അനുവാദം അനിവാര്യമാണെന്നുള്ളതല്ല, അവരുടെ സാന്നിധ്യം, പങ്കാളിത്തം, അവരെ വിലമതിക്കുന്നു, ഈ ജനത്തെ വിലമതിക്കുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവർ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെ കുർബാന ആരംഭിക്കുകയാണെന്ന് അറിയിക്കുകയും എല്ലാവരും ശ്രദ്ധയോടെ സജീവമായി കൊള്ളണമെന്ന് ഉപദേശിക്കുകയും അതിൽ സഹകരിക്കണമെന്നും അതിൽ നിങ്ങളുടെ പങ്കാളിത്തം വളരെ വിലപ്പെട്ടതാണെന്നും ബോധ്യപ്പെടുത്തുകയാണ് പുക്താനഹോന്റെ ഉദ്ദേശ്യം. നിങ്ങൾക്ക് മനോരമ പറമ്പലച്ചൻ്റെ പുസ്തകം കുർബാനയെ കുറിച്ചുള്ള വാല്യം 1 പേജ് 58 ഇതേക്കുറിച്ച് വായിക്കാം. അവിടെ ഇല്ലാത്ത ചില സംഗതികളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പുക്താനഹോൻ, പുക്താനേത് മിശിഹ
അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് ബഹുവചനമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അറിവ്. പക്ഷെ അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, അത് ബഹുവചനമല്ല, ഏകവചനം തന്നെയാണ്, തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ പൊസസീവ് സഫിക്സ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു, അതിന് നന്ദി പറയുന്നു. ഞാൻ ബലിയർപ്പിക്കട്ടെ പുക്താന ഹോൻ, മിശിഹായുടെ കൽപ്പനയനുസരിച്ച് അങ്ങ് ബലിയർപ്പിച്ചാലും. ഇങ്ങനെ ജനം മറുപടി പറയാണ് പുക്താനത് മിശിഹ. എത്രയോ ഒന്ന് സുറിയാനി, കർത്താവ് സംസാരിച്ച ആരാമിയ ഭാഷയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഭാഷ. നമ്മൾ സീറോ മലബാർ എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്നാണ്, ലിറ്റർജി അനുഷ്ഠിക്കുന്നവർ. അപ്പം അതിൽ തന്നെ നമുക്ക് കുർബാന ചൊല്ലാനായിട്ട് സാധിക്കണം. അപൂർവം ചുരുക്കി എല്ലാവർക്കും അറിയില്ല, ചില പ്രാർത്ഥന ചൊല്ലാലോ. പുക്താന ഹോൻ പുക്താനത് മിശിഹ അത്ര പ്രയാസമുള്ളതല്ല, ഒരു വരിയേ ഉള്ളൂ. അപ്പോൾ അത് കേട്ടിരിക്കാനും അതിനർത്ഥം അറിഞ്ഞിരിക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഭാഷയോട് ഒരു ടച്ച് ഉണ്ടാവും, അത് അല്ലേ, അതിന് അടുത്ത് നിൽക്കും. അതിൻ്റെ പരിഭാഷയാണ് ഈ അന്നാപെസഹ തിരുനാളിൽ പാട്ടായിട്ടുള്ള പരിഭാഷ, അന്നാപെസഹ തിരുനാളിൽ. പക്ഷേ ഈ പുക്താന ഹോൻ പുക്താനത് മിശിഹ എന്ന് പറയുന്നതിൻ്റെ ആ പഞ്ച്, ധ്വനി സാന്ദ്രത ഈ പാട്ടിനുണ്ടാകില്ല. നമ്മൾ ചൊല്ലുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ കൽപ്പന അനുസരിച്ച് ഞാൻ ബലിയർപ്പിച്ചാലും എന്ന് പറയുമ്പോൾ മിശിഹയുടെ കൽപ്പന സംഘം ചെയ്താലും അങ്ങനെ പറയുമ്പോൾ പോലും ഈ പുക്താന ഹോൻ പുക്താനത് മിശിഹ എന്ന് പറയുന്നതിൻ്റെ ആ ധ്വനി സാന്ദ്രത കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് സുറിയാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഈ ഇസ്ലാമിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. അവർ അറബി ഭാഷ പണ്ടേ ഉള്ളതാണ്, പക്ഷേ ഇസ്ലാം അറബി ഭാഷ അവർ സ്വന്തമായിട്ട് എടുത്തിട്ട് ഇപ്പോൾ അറബികൾ എന്ന് പറഞ്ഞാലും മുസ്ലിംസ് ആണെന്ന് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കത്തക്ക വിധത്തിൽ മതത്തെ ഭാഷയുമായിട്ട് കൂട്ടിച്ചേർത്തു. അത് അവരുടെ ഐക്യതയ്ക്ക് ഒരു കാരണമാണത്. നമുക്ക് ഈ സുറിയാനിക്കാർക്ക് ഐക്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ സുറിയാനി ഭാഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കിയാണ് പറയുന്നത്, സുറിയാനിക്കാരെ കളിയാക്കിയാണ് പറയണേ. അവർക്ക് കർത്താവിനെ കുറിച്ചോ കർത്താവിൻ്റെ ഭാഷയെക്കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ വിശുദ്ധ ബൈബിളിനെ കുറിച്ചോ യാതൊരു ബോധവുമില്ല. എനിവേ, നമുക്ക് അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ദൈവശാസ്ത്രമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പുക്താന ഹോൻ പുക്താനത് മിശിഹ എന്നതിന് ബൈബിളിൽ ചില സൂചനകളുണ്ട്. സമ്മതം ചോദിക്കുന്ന ജനങ്ങൾ സമ്മതം ചോദിച്ചിട്ട് ചെയ്യാവൂ. അത് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ കുർബാന പുതിയ ഉടമ്പടിയാണ്, ലിറ്റർജി സമ്മേളനത്തിൽ, പിന്നെ സാമൂഹിക ആചാരം എന്ന നിലയിൽ, പിന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ സമയത്തൊക്കെ സമ്മതം ചോദിക്കുകയാണ്. അപ്പം ജനങ്ങളുടെ സഹകരണം, ജനങ്ങളെ വിലമതിക്കുക, അവർ വിലപ്പെട്ടതാണെന്ന് അംഗീകരിക്കുക, അവരോടുകൂടി സഹകരിച്ചുകൊണ്ടാണ് അച്ഛൻ കുർബാന അർപ്പിക്കുന്നത്. അല്ലാതെ വൈദികന്റെ തോന്യാസമല്ല കുർബാന, സഭയുടെ സ്വത്താണ്, അതിൽ ഈ ജനങ്ങളെ പങ്കാളിത്തം വേണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പുക്താന ഹോൻ പുക്താനത് മിശിഹ. അത് സാധിക്കുന്നവർ സുറിയാനിൽ തന്നെ ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരു ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുക്താന ഹോൻ പുക്താനത് മിശിഹ എന്ന് പാടിക്കൊണ്ട് കുർബാന ആരംഭിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.